എല്ലാവർക്കും അറിയാമെങ്കിലും ഏറെ പേരും അത്ര അടുത്തറിയാത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ പിണറായി ആളെങ്ങനെ? എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് നല്ല അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വെച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊന്നും ഞാൻ ആളല്ല. ഒന്ന് പറയാം, പിണറായിയെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാകുക അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അത്രയ്ക്കൊന്നും അറിയില്ലെന്ന്. ചില പൊതു സംശയങ്ങൾ നോക്കാം. ഒന്ന്, പിണറായി പരുക്കനാണോ? പിണർ എന്നാൽ പരുപരുത്ത, നിരപ്പല്ലാത്ത എന്നാണ് അർത്ഥം. പരുക്കൻ ഭൂമിയുള്ള സ്ഥലം എന്നാണ് പിണറായി എന്ന ഗ്രാമത്തിന്റെ അർത്ഥം എന്ന് സ്ഥലനാമ വിജ്ഞാനികൾ എഴുതിയിട്ടുണ്ട്. ഭൂപ്രദേശത്തിന്റെ പരുക്കൻ സ്വഭാവം കുറച്ചൊക്കെ പിണറായി വിജയനിലുമുണ്ട് എന്ന് വെച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും ഒന്നും അദ്ദേഹം പറഞ്ഞ് പരിക്കേൽപ്പിക്കാറില്ല. മറ്റൊരു സംശയം, പിണറായിയോട് ആർക്കും എന്തും പറയാമോ? ഇല്ല എന്നാണ് പൊതുധാരണ. എന്നാൽ പല ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അനുഭവം അതല്ല. അദ്ദേഹത്തോട് എന്ത് കാര്യവും പറയാം, ശ്രദ്ധിച്ചു കേൾക്കും. ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഇങ്ങനെ പറയും, താങ്കൾ പറഞ്ഞതൊക്കെ ശരി, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ മതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തീരുമാനമാകും നടപ്പാവുക. എന്നാലും പിണറായിയോട് എന്തും പറയാമെന്നോ എന്ത് പറയാമെന്നോ അറിയുന്നവർ ചുരുക്കമാണ്. എന്നാൽ ഒന്നോർക്കുന്നത് നന്ന്, അദ്ദേഹം പ്രലോഭനത്തിൽ വീഴില്ലായിരിക്കും, എന്നാൽ പ്രകോപനത്തിൽ വീഴാം. ആളത്ര ഗൌരവക്കാരനല്ല. നാടിനു വേണ്ടി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്തും ആലോചിച്ച് ചെയ്യുന്ന ബുദ്ധിമാനാണ്. തീരുമാനിച്ചത് ഉടൻ നടത്തണമെന്ന ചിന്താഗതിക്കാരനാണ്. സ്നേഹമുള്ള സിംഹമെന്ന് വിളിക്കാവുന്ന സ്വന്തം ബാപ്പയുടെ അതേ സ്വഭാവമാണ് പിണറായിയിൽ കണ്ടതെന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന KT ജലീൽ എഴുതിയിട്ടുണ്ട്. പിണറായി തമാശ പറയുമോ? പിണറായിയോട് തമാശ പറയാമോ? വല്ലപ്പോഴുമെങ്കിലും പിണറായി തമാശ പറയും, അത് ആസ്വദിച്ച് ചിരിക്കുകയും ചെയ്യും. പിണറായിയോടും തമാശ പറയാം, പക്ഷെ അതിൽ റിസ്ക് ഉണ്ട്. ആളും തരവും നേരവും നോക്കുന്നത് നന്ന്. ഭാര്യ കമലയ്ക്ക് സിംഗപ്പൂർ ആസ്ഥാനമായി കമല ഇന്റർനാഷണൽ എന്ന കമ്പനി ഉണ്ടെന്ന മട്ടിലുള്ള പ്രചാരണം കുറെ കാലമുണ്ടായിരുന്നു. അതിനൊടുവിൽ അത് വ്യാജ വാർത്തയാണെന്ന് വന്നു. അപ്പോൾ പിണറായി കമലയോട് പറഞ്ഞു, പോയല്ലോ, നിന്റെ വിലയാകെ പോയി, ഒരു വിദേശ കമ്പനിയുടെ ഉടമയെന്ന പദവിയല്ലേ നഷ്ടപ്പെട്ടത്. വീട്ടിൽ ഇത്തരം തമാശയൊക്കെ പറയാത്ത അരസികനൊന്നുമല്ല പിണറായി എന്നർത്ഥം. ഒരു ദിവസം ട്രെയിനിൽ പിണറായിയും കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് K. സുധാകരനും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. സുധാകരൻ ഇടയ്ക്ക് ഫോൺ വരും. ആഹാരം കഴിക്കുന്നതിനിടയിലും ഉറങ്ങാൻ കിടന്നതിന് ശേഷവുമൊക്കെ സുധാകരൻ ഇതെല്ലാം ചാടിയെടുക്കും. പിണറായി സുധാകരനോട് കൗതുകത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഉറങ്ങാൻ കിടന്നതിന് ശേഷവും ഈ ഫോൺ കോളുകളെല്ലാം എടുക്കുന്നത്? സുധാകരൻ പറഞ്ഞു, ഞങ്ങളുടേത് നിങ്ങളുടെ പാർട്ടി പോലെയല്ല. ഈ ഒരു കോൾ എടുത്തില്ലെങ്കിൽ വിളിക്കുന്നയാൾ പിറ്റേന്ന് എന്നെ വിട്ട് മറ്റൊരു ഗ്രൂപ്പിൽ ചേരും. ചിലപ്പോൾ അവർ ഇതുകൊണ്ട് പാർട്ടി തന്നെ മാറിയേക്കാം. ഇത് കേട്ട് ചിരിച്ചുപോയി പിണറായി. സുധാകരന്റെ പാർട്ടിയുടേത് മഹത്തായ ഒരു പാരമ്പര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പാർട്ടി പിണറായിയുടെ ഐശ്വര്യമാണ്. പിണറായി വിശ്വസ്തനാണോ? ജെനുവിനാണോ? ഒരു കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ വിശ്വസ്തനാണെന്ന് അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ലാത്തവർ പോലും സമ്മതിക്കുന്നുണ്ട്. പിണറായിയോട് ഒരാൾ പറയുന്ന കാര്യം പിണറായി മറ്റൊരാളോട് പറയില്ല. ഇനി ആ സംഭാഷണത്തിലെ വിവരം ഏതെങ്കിലും സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും പേര് മറ്റൊരാളോട് പങ്കുവയ്ക്കില്ല. ഒരാളോട് പറയേണ്ട കാര്യം അയാളോട് മാത്രമേ പറയൂ. ഈ ജനുസിൽ ലോകത്ത് രണ്ടാമതൊരാൾ ഉണ്ടാവില്ല എന്നാണ് പിണറായിയെ നന്നായി മനസ്സിലാക്കിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. പിന്നെ ജെനുവിനാണോ എന്ന ചോദ്യം. അനുനയവും വിനയവും കുറവെന്നൊക്കെ പറഞ്ഞാലും പിണറായിക്ക് അഭിനയമില്ല. പിണറായിയെ അനുകരിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഈ അനുകർത്താക്കൾ മറന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഇതിനു മുമ്പുള്ള ഒരു നേതാവിന്റെയും ക്ലോണല്ല. അദ്ദേഹം ആരെയും അനുകരിച്ചിട്ടില്ല.